നിങ്ങളുടെ പ്രശ്നം? അപ്പൊ മടിയൊക്കെ മാറ്റി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ കുറച്ച് ടിപ്സും കൊണ്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടിപ്പ്, റൈറ്റ് ഡൗൺ യുവർ ഗോൾസ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആരാവാനാണ് ഇഷ്ടം? ഡോക്ടർ ആവാനാണോ, എഞ്ചിനീയർ ആവാനാണോ, കളക്ടർ ആവാനാണോ, വേറെ എന്തെങ്കിലും ഫീൽഡ് ആണോ ഇഷ്ടം? എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം നിങ്ങളൊരു നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ നിങ്ങൾ എഴുതി വെക്കുക. അപ്പൊ എഴുതി വെച്ചാൽ മാത്രം മതിയോ? പോരാ, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും കൂടെ വേണം അല്ലെ? ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഡോക്ടർ ആവാനാണ് ഇഷ്ടം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളെ തന്നെ ഡോക്ടറായി സങ്കല്പിച്ച് നിൽക്കുക. വൈറ്റ് കോട്ടൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള പ്രൊഫഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് കുറേ പ്ലാനുകൾ ഉണ്ടാവും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള. അപ്പൊ ആ പ്ലാനുകളൊക്കെ നമ്മൾ ആദ്യമേ ആലോചിച്ച് വെക്കുക. അപ്പം നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്നാൽ നമ്മുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. എങ്ങനെ ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് സ്കോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് ഈസിയാണ് അല്ലെ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്, ചാലഞ്ച് യുവർ സെൽഫ്. നിങ്ങൾ തന്നെ ചാലഞ്ച് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സ്കൂളിലാണെങ്കിൽ കുറേ പേര് നന്നായിട്ട് പഠിക്കുന്നവരുണ്ടാവും, കുറേ പേർക്ക് ആവറേജ് ഉണ്ടാവും, കുറേ പേർക്ക് ബിലോ ആവറേജ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരേ ക്ലാസ് അല്ലേ കിട്ടുന്നത്? നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് പഠിക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മെല്ലെ പഠിക്കുന്ന കാര്യങ്ങൾ കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ നമുക്കും എല്ലാവരെയും പോലെ ടോപ്പേഴ്സിനെ പോലെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുന്നുള്ള ചാലഞ്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ദെൻ മൂന്നാമതായിട്ട്, റിവാർഡ് യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ റിവാർഡ് വയ്ക്കുക. സപ്പോസ് ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു, അല്ലെങ്കിൽ 2 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യും. അല്ലെങ്കിൽ ഒന്നെങ്കിലും ഇഷ്ടമുള്ള ചോക്ലേറ്റ് കഴിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ ഒന്ന് മ്യൂസിക് കേൾക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ റിവാർഡ് വെക്കുക. എപ്പോഴാണ്? ഇത്ര കാര്യങ്ങൾ ഞാൻ പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ, എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കും. ഇനി നാലാമതായിട്ട്, തിങ്ക് അബൌട്ട് ദ ബെനിഫിറ്റ്സ്. അപ്പോൾ നിങ്ങൾ എക്സാമിൽ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക? ചിലപ്പോൾ പാരൻസ് നിങ്ങൾക്ക് കുറേ ഓഫേഴ്സ് തന്നിട്ടുണ്ടാവില്ലേ, നല്ല സ്കോർ ചെയ്യുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ വാങ്ങിച്ചു തരാമെന്ന്. അത് മാത്രമല്ല, നമുക്ക് നന്നായിട്ട് അപ്രീസിയേഷൻസ് കിട്ടും. നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് നന്നായിട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ. അത് മാത്രമല്ല, നല്ല മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ നിങ്ങൾക്ക് സീറ്റും കിട്ടും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം എന്താ ആലോചിക്കുക? ഞാൻ നന്നായിട്ട് സ്കോർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ആ ബെനിഫിറ്റ്സ് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്, തിങ്ക് അബൌട്ട് ദ കോൺസിക്വൻസസ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കാതെ മടി പിടിച്ചിരുന്ന് കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫിലിം കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിക്കും? എക്സാമിന് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫുള്ള് ടെൻഷനായിരിക്കും, നമുക്ക് എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്കോർ കുറഞ്ഞു പോയാലോ? നമുക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സങ്കടമാവില്ലേ? അപ്പം എന്തൊക്കെയാണ് നമ്മളെ കോൺസിക്വൻസസ് നമ്മൾ ആദ്യം ആലോചിക്കണം. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ കോൺസിക്വൻസ് ഒക്കെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു പേടി വരും, നന്നായിട്ട് സ്കോർ ചെയ്യാന്നുള്ളൊരു വാശി നമുക്ക് വരും. അപ്പം അത് ആലോചിക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്, ഡ്രീംസ് ഈസ് നോട്ട് വാട്ട് യു സീൻ ഇൻ സ്ലീപ്പ്, ഈസ് ദ തിങ് വിച്ച് ഡസൻറ്റ് ലെറ്റ് യു സ്ലീപ്പ്. നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. നമ്മൾ ഉറക്കത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും, എന്നാൽ ഉണർന്നിരുന്ന് പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ സ്വപ്നം. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുക. വിജയം നമ്മുടെ കൂടെയാണ്.